മാറാനുള്ള സ്പേസ് ഉണ്ട്. എന്തുകൊണ്ട് ഒരു ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഞാൻ ഇങ്ങനെ ഒരു ബ്രദർ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഒരുമിച്ച് ഡ്രസ്സ് മാറിയതുകൊണ്ട് ഇപ്പൊ ഒരുമിച്ച് കിടന്നുകൊണ്ടും ഞാൻ അതിന് തെറ്റ് പറയില്ല. ആങ്ങളും പെങ്ങന്മാരും കെടുക്കുന്നില്ല, അച്ഛനും മോളും കെടുക്കുന്നില്ല. അവിടെ തെറ്റായ ചിന്തകൾ അവർ രണ്ടു പേരിലും ഉണ്ടാവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ്. എന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാവില്ല. കാരണം അച്ഛനായിട്ടും ആങ്ങളായിട്ടും ഫ്രണ്ടായിട്ടും ബോയ് ഫ്രണ്ടായിട്ടും എനിക്ക് കാണാൻ എനിക്കത് അറിയാൻ പറ്റും. ദീപ്തി പുരുഷന്റെ കൂടെ ഇതുപോലെ ഡ്രസ്സ് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ അതെനിക്ക് വിശ്വാസമുള്ളവരുടെ കൂടെ. കാരണം ഗോവയിൽ ഞാൻ പോയത്, ഞങ്ങൾ ഇവിടുന്ന് ഒരു അഞ്ച് ബോയ്സും വേറെ 2 ഗേൾസും ഞാൻ ഇവിടെ ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ റൂം എടുത്ത് 2 റൂമായിരുന്നു. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. 8 പേരുണ്ടായിരുന്നു ടോട്ടല്. 2 റൂം എടുത്തു, ഷെയർ ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചാണ് കിടന്നത്, ഒരുമിച്ചാണ് ഡ്രസ്സ് മാറുന്നത്. ഒക്കെ പക്ഷെ എനിക്കത് വിശ്വാസമുള്ള ഇപ്പോഴും ആ സുഹൃത്തുക്കൾ എന്റെ കൂടെ ഉണ്ട്. എനിക്ക് വിശ്വാസമുള്ളവരുടെ കൂടെ എനിക്ക് അങ്ങനെ ഇപ്പൊ നിങ്ങളായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഡ്രസ്സ് മാറും. പക്ഷെ അവിടെ തെറ്റായ ചിന്തകൾ നിങ്ങളുടെ മൈൻഡിൽ വന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിൽ എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലാണ് ഞാൻ റിയാക്ട് ചെയ്യുക. അതെനിക്ക് അറിയാൻ പറ്റും. എനിക്ക് തെറ്റായിട്ടാണ്, നിന്റെ നോട്ടം ശരിയല്ല എന്ന് എനിക്ക് തെറ്റായി തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെരുപ്പ് വരും. അത്രേ ഉള്ളൂ. അത് ആരെന്നെയായാലും ഞാൻ അടിക്കും. ദീപ്തി കല്യാണി എല്ലാവർക്കും അറിയായിരിക്കും, ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. ശരിക്കും ഈ പറഞ്ഞ രീതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഓക്കെ, പറഞ്ഞതിനകത്ത് 1-2 കാര്യങ്ങൾ മാത്രം നമുക്ക് യോജിക്കാം. ഒരുമിച്ച് കിടന്നുറങ്ങാം. ഓക്കെ, അച്ഛനും പെമ്മക്കളും ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല, ഒരുമിച്ച് കിടന്നുറങ്ങുന്നത് കൊണ്ട് വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആങ്ങളെയാണെങ്കിലോ നല്ല സുഹൃത്തുക്കളാണെങ്കിലോ ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരുമിച്ച് ഡ്രസ്സ് മാറുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അച്ഛന്റെ മുമ്പിൽ നിന്ന് ഏതെങ്കിലും ഒരു മകൾ തുണി മാറും. ദീപ്തി കല്യാണി മാറുമായിരിക്കും, പക്ഷെ എൻ്റെ അറിവിലുള്ള സ്ത്രീകളൊന്നും ആ പണി ചെയ്യില്ല. ഓക്കെ, ആ പണി ചെയ്യില്ല. അത് ശരിക്കും നമ്മുടെ ഒരു സംസ്കാരമാണ്. എങ്ങനെ പറയാൻ തോന്നുന്നു എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പം ദീപ്തി കല്യാണിക്ക് പറ്റില്ല. കാരണം ദീപ്തി കല്യാണി കുറെ നാളായ ഒരു ആണായി ജീവിച്ച വ്യക്തിയാണ്, ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആണ്. പുള്ളിക്കാരി ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് കാണാം പുള്ളിക്കാരി അനുഭവിച്ച ഓരോ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഉടനീളം നമുക്ക് കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ ഈ പറഞ്ഞ പോയിന്റിനോട്, അതായത് അച്ഛന്റെ മുമ്പിൽ നിന്നും ആങ്ങളുടെ മുമ്പിൽ നിന്നും സുഹൃത്തുക്കളുടെ മുമ്പിൽ നിന്നും തുണി മാറുന്നതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് അവരുടെ മനസ്സിന്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ യോജിക്കുന്നില്ല. ഓക്കെ, ഞാൻ യോജിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സുഹൃത്തുക്കളെ നിങ്ങൾ വീഡിയോയിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ആദ്യം തന്നെ ദീപ്തി കല്യാണി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു കാര്യം. ഓക്കെ, അപ്പോ നിങ്ങളത് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ദീപ്തി കല്യാണി തന്നെ അടുത്തൊരു ക്ലിപ്പ് കാണാം. ദീപ്തി കല്യാണി സുഹൃത്തുക്കളുടെ മുമ്പിൽ നിന്നും തുണി മാറും, സുഹൃത്തുക്കളുടെ മുമ്പിൽ നിന്നും തുണി മാറാം, അച്ഛൻ്റെ മുമ്പിൽ നിന്നും തുണി മാറാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ പണ്ട് ഒരു സമയത്ത് ദീപ്തി കല്യാണി തന്നെ പറയുന്നുണ്ട്, തുണി മാറുന്നതിനെ പറ്റി ഒരു രീതിയിൽ ദീപ്തി കല്യാണി സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഓക്കെ, ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ കട പോയി കാണുന്നത്. പക്ഷെ എനിക്ക് വാങ്ങിക്കണം ഇതുപോലത്തെ ഒരെണ്ണം. പല സ്ഥലങ്ങളിൽ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഇത് അത്ര അത്യാവശ്യമാണ്. കാരണം എനിക്കിങ്ങനെ ഷൂട്ടിന് മാത്രമല്ല കേട്ടോ, എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡ്രസ്സ് പിടിക്കാറുണ്ട്. അത് ട്രിപ്പായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ 1-2 ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ എനിക്ക് വണ്ടിയിലൊക്കെ ഇരുന്ന് മാറേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ കൊണ്ടുപോയി ഡ്രസ്സ് ഗ്ലാസ്സിലിട്ടിട്ട് ഗ്ലാസ് ക്ലോസ് ചെയ്തിട്ട് വണ്ടിയുടെ ഉള്ളിലിരുന്ന് സാരി വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്, കാറിലൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് നല്ല അടിപൊളിയാണ്, നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നടു റോട്ടിലിട്ടിട്ട് വേണമെങ്കിൽ ഡ്രസ്സ് മാറാം, പക്ഷെ ആൾക്കറിയില്ല. എന്തിനാണ് ദീപ്തി കല്യാണി ഈ ടെൻറ്റും കൊണ്ട് നടക്കുന്നത്? തുണി മാറാനാണെന്നുണ്ടെങ്കിൽ അച്ഛനായാലും ആങ്ങളായാലും ആങ്ങളുടെ മുമ്പിൽ വെച്ചാണെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ ദീപ്തി കല്യാണി എന്തിനാണ് ഈ ടെൻറ്റും കൊണ്ട് നടക്കുന്നത്? നടു റോഡിൽ ഇറങ്ങി നിങ്ങൾ മാറിക്കൂടെ? പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് പോയതാവാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസ് കേട്ടോ. പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് പോയതാവാനാണ് ചാൻസ്. ദീപ്തി കല്യാണിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരുപാട് അനുഭവിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തിയ വ്യക്തിയാണ്. റെസ്പെക്ട് കൊടുക്കേണ്ട വ്യക്തി തന്നെയാണ് ദീപ്തി കല്യാണി. ഓക്കെ, ചില അഭിപ്രായങ്ങളോട് നമുക്ക് ഭിന്നത വരുമെന്നുണ്ടെങ്കിലും അത്യാവശ്യം ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് ദീപ്തി കല്യാണി. ശരിക്കും ഒരു വീട്ടില് 6 മക്കളടങ്ങുന്ന ഒരു കുടുംബം, അതാണ് ദീപ്തി കല്യാണി കുടുംബം. അതിൽ 6ാമത്തെ കുട്ടിയായിരുന്നു ദീപ്തി. ശരിക്കും പേരെനിക്കറിയത്തില്ല, അന്നത്തെ പേരെനിക്കറിയത്തില്ല, ദീപ്തി. ഓക്കെ, ദീപ്തി തന്നെ നമുക്ക് വിളിക്കാം. അപ്പോൾ പുള്ളിക്കാരിക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ടീനേജൊക്കെ ആയപ്പോഴത്തേക്കും സ്ത്രൈണത എന്ന് പറഞ്ഞൊരു സംഭവം ലൈഫിൽ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരി അത് പുറമേ കാട്ടി തുടങ്ങി. ഓക്കെ, അത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ചു, അത് പുറമേ കാട്ടി തുടങ്ങി. അപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരിക്ക് ഒരു ആങ്ങളുണ്ട്, ഒരു ബ്രദറുണ്ട്. അപ്പോൾ ബ്രദർ
ബ്രദറിന്റെ സുഹൃത്തുക്കളൊക്കെ പറയുണ്ടായി, അതായത് ദീപ്തിയെ പറ്റി മോശം പറയുകയും നമ്മൾ തന്നെ ഓരോ വാക്കുകൾ കൊണ്ട് ഇതുപോലെ സ്ത്രൈണതയുള്ളവരെ നമ്മൾ കളിയാക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യാറുണ്ടല്ലോ. സോ ആ രീതിയിലുള്ള വേർഡുകൾ, അത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ രീതിയിലുള്ള വേർഡുകൾ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയുണ്ടായി. സോ പുള്ളിക്കാരൻ ഒരു മദ്യപാനിയായിരുന്നു, വരുന്നു, ദീപ്തിയെ എടുത്തിട്ട് ഉപദ്രവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അവിടുന്ന് വീട് വിട്ടിറങ്ങുന്നു, റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കിടക്കുന്നു. അങ്ങനെ കുറെ ലൈഫിൽ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടിടത്തെല്ലാം സ്ട്രഗിൾ ചെയ്ത് കയറി വന്നൊരു വ്യക്തിയാണ്. ഉയരങ്ങൾ കീഴടക്കിയ ഒരു വ്യക്തിയാണ് ശരിക്കും. ഓക്കെ, സോ ദീപ്തി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ. സോ ഇന്റർവ്യൂ നമുക്ക് നോക്കാം. അതിൽ പുള്ളിക്കാരി ഫുൾ കാര്യങ്ങൾ അടക്കം എല്ലാം പറയുന്നുണ്ട്. നല്ല അടിപൊളി ഇന്റർവ്യൂ ആണ്, നിങ്ങൾ ഫുള്ളിരുന്ന് കാണുക. ഞാൻ അതാണ് പറഞ്ഞത്, ഈ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ആളുകൾ ഒരുപാടുണ്ട്. ചില വ്യക്തികളാണ് ഇവരുടെ വില കളയാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഓക്കെ, അത് ഈ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, ചില ആണുങ്ങളുണ്ടല്ലോ, ആണാണ് ശരിക്കും ഇവരുടെ വേഷം കിട്ടിയിട്ട് പണപ്പിരിവും അതും ഇതും ഫ്രോഡ് പരിപാടിയും കാണിച്ച് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് ഇവരെ വേഷം കെട്ടി നടക്കുന്ന, ഇവരെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന കുറെ വ്യക്തികളുണ്ട്. ഇവരിൽ തന്നെ ഒരുപാട് നല്ല ആളുകളുണ്ട്. ആദ്യമൊക്കെ സമൂഹം ഇവരെ ഒറ്റപ്പെടുത്തി, ഇവരെ കുറ്റപ്പെടുത്തി, അങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നമ്മൾ തന്നെ ഇവരെ അംഗീകരിച്ചു തുടങ്ങി. പക്ഷെ ഇതിനകത്ത് നിന്നൊക്കെ കല്ല് കടിക്കുന്ന വ്യക്തികളുണ്ട്. സോ അവര് ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അവര് മുഖാന്തരം ഇവർക്കും കൂടി ഒരു പേരുദോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത നല്ല കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇപ്പൊ തന്നെ നാട്ടിൽ ടെക്സ്റ്റൈൽസുകളിലായാലും ഹോട്ടൽസിലായാലും ഇപ്പൊ ഒരു ബിരിയാണി കടയൊക്കെ നടത്തുന്ന ഒരു ചേച്ചിയുണ്ട് ഇവിടെ ആലപ്പുഴ, അവിടെ ഉണ്ട്. ഓക്കെ, ട്രാൻസ് ആണ്, ബിരിയാണി കട നടത്തി സ്വന്തം ഉപജീവന മാർഗം കണ്ടെത്തുന്ന വ്യക്തി. പിന്നെ ഇവര് കുറെ പേര് ഈ സെക്സ് വർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ രാത്രിയിലൊക്കെ റോഡിൽ ഇറങ്ങിക്കുക, അവർക്ക് ജീവിക്കാൻ വരെ വഴിയില്ലെന്നാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത്. പക്ഷെ സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, പറ്റും. കാരണം ഇപ്പം നമ്മൾ മലയാളീസ് ഇവരെയൊക്കെ നല്ലപോലെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. കാരണം വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. സോ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ദീപ്തി കല്യാണി കൊടുത്ത ഇന്റർവ്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നാണക്കേടായി വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. സോ അങ്ങനെ ഞാൻ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ വന്നത്. കാരണം ഞങ്ങൾ തൊട്ടടുത്ത് പറയുമ്പോൾ ഒരു സിറ്റി അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലം എന്ന് പറയുന്നത് ഒന്നും അറിയില്ല. കാരണം സ്കൂള് വീട് എന്നുള്ളതാണ്. കാരണം ആ ഒരു സമയത്ത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആൺകുട്ടികൾ പിള്ളേരുടെ കൂടെ ഓരോ സ്ഥലങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകും. ഇവിടെ ഒന്നും ഞാൻ പോകാറില്ല. ഞാൻ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ അന്ന് ജോലികൾ ചെയ്ത് ഒരു സാധാ ഒരു പെൺകുട്ടി എങ്ങനെയാണോ അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും എൻ്റെ എല്ലാ ജോലികളും ഞാൻ തീർത്ത് വീട്ടിലെ ചോറും കറിയൊക്കെ വെച്ച് അച്ഛനും അമ്മയ്ക്കും കുളിക്കാനുള്ള വെള്ളം വരെ ചൂടാക്കിയിട്ട് ഞാൻ കാത്തിരിക്കും. പുറത്തേക്ക് പോവില്ല. എനിക്കറിയില്ല. ഗുരുവായൂർ ചെന്നു, അവിടുന്ന് പിന്നെയാണ് ഞാൻ പഠിച്ചത് എന്താണ് എന്നുള്ളത്, മനുഷ്യരെന്താണെന്നുള്ളത്. ഗുരുവായൂർ ഞാൻ പറഞ്ഞ ബസ് സ്റ്റാൻഡിൽ പോയി, പക്ഷെ അതും പരിചയമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അപ്പൊ വീട്ടുകാരെങ്കിലും വന്ന് അപ്പോൾ തിരിച്ച് കൂട്ടിക്കൊണ്ടുവരാനൊരു ശ്രമം. വീട്ടുകാർ വന്ന് എന്നെ കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 3-3.5 മാസത്തോളം ഞാൻ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ കിടന്നിട്ടുണ്ട്. ന്യൂസ് പേപ്പർ വിരിച്ചാണ് കിടന്നത്. കാരണം എൻ്റെ കയ്യിൽ 1 രൂപ ഇല്ല. ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം ഒരു ആൺകുട്ടിയുടെ ഒരു പാൻറ്റും ഷർട്ടും മാത്രം, കാലിൽ ചെരുപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു 8-9 മണി സമയത്തായിരുന്നു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. രാത്രി നേരെ വന്ന് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ വന്നു, കിടന്നു, ഇരുന്നു. കുറെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. മരിക്കാൻ വേണ്ടി ഞാൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന്റെ റെയിൽ പാളത്തിൽ കൂടെ നടന്നപ്പോൾ കുറേ നടന്നപ്പോൾ ഒരു അപ്പൂപ്പനാണ് എന്നെ രക്ഷിച്ചത്. അത് എന്നെ പിടിച്ച് വലിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ട് നടക്കുന്നത്. കാരണം അത്രയും വലിയൊരു ഫാമിലിയിൽ നിന്ന് അത്രയും എന്നെ പുന്നാരിച്ച് വളർത്തിയിട്ട് എന്നെ പുറത്താക്കുക, പടിയടച്ച് പിണ്ടം വെക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് വാതിലടയ്ക്കുന്ന അതേ സെയിം ആണ് എൻ്റെ വീട്ടിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ അപ്പൂപ്പൻ പിടിച്ച് വലിച്ച് എന്നെ വീണ്ടും ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ ടൈമിങ്ങിനാണ് ട്രെയിൻ വരിക എന്നുള്ളത്. കാരണം 8:30 വന്നാൽ പിന്നെ വരും 1:30. അങ്ങനെ സമയം എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഗുരുവായൂർ തന്നെ വളർന്നു എന്നുള്ളത്. സുഹൃത്തുക്കളെ കിട്ടി എനിക്ക് അവിടെ നിന്ന്. അന്ന് എങ്ങനെയാണ് പിന്നീട് ഈ പറഞ്ഞ ജീവിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കണം, കുറെ കാര്യങ്ങൾ അതൊക്കെ? അല്ല, ഞാൻ അവിടെ നിന്ന് പിന്നെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ കിട്ടി. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്നെ പോലെ തന്നെ സ്ത്രേണതയുള്ള ഗുരുവായൂർ ഞങ്ങളുടെ ഭാഗത്ത് ഒത്തിരി പേരുണ്ട്. പക്ഷെ എന്നെ പോലെ പുറത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലായിരുന്നു സ്ത്രീത്വം എന്തുണ്ടായിരുന്നു. എനിക്കത് ഉള്ളിലത്തെ പുറത്ത് എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം എനിക്ക് ഫൈസൽ എന്ന് പറഞ്ഞ നമ്മുടെ ഇപ്പോൾ പുള്ളിക്കാരി എറണാകുളത്താണ്, ഫൈസൽ, അങ്ങനെ ഒരുപാട് പേര് പറയുന്നില്ല. കാരണം അവരിപ്പോഴും ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്, ആ ഒരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്, ജെൻഡറിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ സഹായിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നോട് സംസാരിക്കാൻ ഞാൻ എന്നും കരച്ചിലായിരുന്നു. എന്നെ സഹായിക്കാനും എൻ്റെ കൂടെ നിൽക്കാനും കൊണ്ടുപോകാനും ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ഒരുമിച്ചായിരുന്നു. പക്ഷെ അവരുടെ വീടുകളിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഇരുന്ന് അടിച്ചു പൊളിച്ചിട്ട് ഈവനിങ് ആയി കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോകും. അപ്പോൾ ഞാൻ തനിച്ചാവും. ഞാൻ കിടന്നിരുന്ന ബസ് സ്റ്റാൻഡുകളിലാണ്. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കണം, എനിക്ക് വസ്ത്രം വേണം, ഇതിനൊക്കെ എന്ത് ചെയ്യും എന്നാലോചിച്ച് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക്
അവിടെ ഹോൾഡ് ആവുന്ന ബസ്സുകളുണ്ടല്ലോ, സ്റ്റാൻഡിൽ ഹോൾഡ് ആവുന്ന ആ ബസ്സുകളിൽ ഓരോ ബസ്സുകളും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 രൂപ കിട്ടും. അപ്പോൾ അത് ഞാൻ വാഷ് ചെയ്യാൻ തുടങ്ങി. ഡെയിലി ഒരു 3 ബസ്സൊക്കെ വാഷ് ചെയ്യും. അപ്പോൾ അതിന് 90 രൂപ കിട്ടും. അപ്പോൾ അതിന് ഓരോ സാധനങ്ങൾ നമ്മൾ സ്വരം കൂട്ടി വെക്കും. അങ്ങനെ പിന്നെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഉപയോഗിച്ചിട്ടുള്ള സോ എന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ്, ഗുരുവായൂർ തന്നെ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് പൈസ എറിയുവാണ്. അന്നത്തെ കാലത്ത് 50, 100 എറിയുമ്പോൾ നമുക്കത് പൈസ കാണും. നമുക്ക് അത്യാവശ്യം നമുക്ക് എന്താ വേണ്ടത്, ഇടാൻ വസ്ത്രം, എനിക്ക് ഭക്ഷണമാണ് വേണ്ടിയിരുന്നത്. അങ്ങനെ അതും എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ജീവിച്ചു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ദൈവങ്ങളാണ്. ഞങ്ങൾ അവിടെ ചെന്നു, കാത് കുത്തി, മൂക്ക് കുത്തി ഞാൻ ഇവിടുന്ന് പോയത്. ഗുരുവായൂരിൽ തന്നെയാണ് ഞാൻ കാതും കുത്തി മൂക്കും കുത്തിയിട്ട് ലേഡീസ് ഡ്രസ്സിലാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയത്. അത് ചുരിദാറിട്ട് ട്രെയിൻ കയറി ഞങ്ങൾ 5 പേര് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 പേരൊക്കെ തിരിച്ചു വന്നു വീട്ടിലേക്ക്, നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് 6 മാസം 1 വർഷം വന്നിട്ട്. പക്ഷേ എനിക്ക് വരാൻ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടും അവിടെ വരാനുള്ള ഒരു എവിടെ നിൽക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പിടിച്ചു നിന്നു. കാരണം എനിക്ക് ഒരു ഉള്ളിൽ വാശി ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് എനിക്ക് നേടണം, എൻ്റെ ലക്ഷ്യം എന്താണോ അത് എനിക്ക് എത്തണമെന്ന് അവിടെ ചെന്നപ്പോഴാണ് കുറച്ചും കൂടി ഇത് മൈൻഡിൽ വന്നത്. സുന്ദരികളായ കുട്ടികളുണ്ടായിരുന്നു അവിടെ, ട്രാൻസ് വുമൻസുകൾ തന്നെ, സർജറി കഴിഞ്ഞിട്ടുള്ള സിനിമാ നടികന്മാരിനൊക്കെ അന്നത്തെ കാലത്ത് സിനിമാ നടിമാരൊക്കെ വെല്ലുന്നത് പോലെ തന്നെ അത്രയും സൗന്ദര്യമുള്ള. അപ്പോൾ എനിക്ക് അതുപോലെ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. സോ അപ്പം അതിന് പൈസ വേണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ 2 ഓപ്ഷനാണ്. നമ്മൾ പഠിപ്പുണ്ട്, എഡ്യൂക്കേഷനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടെ അവിടെ ജോലി കിട്ടില്ല. 2 ഓപ്ഷനുള്ളൂ. ഒന്ന് ബെഗിങ് ചെയ്യണം, അല്ലെങ്കിൽ സെക്സ് വർക്ക് ചെയ്യണം. ഇത് 2 ഓപ്ഷനേ ഉള്ളൂ. ഇത് രണ്ടും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ തിരിച്ചിങ്ങോട്ട് വീട്ടിൽ വന്ന് എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകേണ്ടി വരും. അത് എന്നെ കൊണ്ട് പറ്റില്ല. കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലിയാണല്ലോ നമ്മൾ ചെയ്യാം. അതായത് ഇപ്പം ഞാൻ സെക്സ് വർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തെന്നല്ല പറയുന്നത്, ആൻഡ് ബെഗിങ്ങും ഇഷ്ടപ്പെട്ടെന്നല്ല പറയുന്നത്. എനിക്ക് എവിടെ ഞാൻ ജോലിക്ക് പോയിടത്തൊക്കെ എനിക്ക് അവിടെയും ഒരുപാട് കളിയാക്കലും പരിഹാസമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി ബെഗിങ് ചെയ്യാനായിട്ട് തന്നെ ഇറങ്ങി. ട്രാഫിക്കുകളിലും കടകളിലൊക്കെ ബെഗിങ് ചെയ്യുന്നു. പക്ഷേ ഈ കേരളത്തിലെ മലയാളികൾ എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, അത് ഞാൻ അവിടെ ചെന്ന് ഇവിടുത്തെ കളിയാക്കലും പരിഹാസവും എല്ലാം കേട്ട് എന്താ പറയുക, ചെവിയുടെ പാടെ കടഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് തന്നെ. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മൾ കൈയടിച്ച് ഒരു ട്രാഫിക്കിൽ കാറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൈയിട്ട് കഴിഞ്ഞാൽ അതിൽ മലയാളികളുണ്ടാവും. നമ്മൾ വണ്ടി കണ്ടാൽ തന്നെ ഞാൻ മാറി നിൽക്കും. കാരണം അവർ ചോദിക്കുന്ന വീട്ടുകൾക്കൊന്നും വേറെ പണിയില്ലേ, കയ്യും കാലും ഒരു കുഴപ്പമില്ല, വൃത്തികെട്ട പേരുകളെ വിളിക്കുക, അവർക്കറിയില്ല ഞാൻ മലയാളിയാണെന്നുള്ളത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കരഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് ബെഗിങ് ചെയ്തിട്ടുണ്ട്. കണ്ണീര് കയ്യിൽ വീണിട്ട് കൈ നീട്ടുമ്പോൾ ചിലപ്പോൾ 50 പൈസ 1 രൂപയ്ക്ക് തരിക. അങ്ങനെ അത് സ്വരം കൂട്ടി വെച്ച് ഈവനിങ് ഞങ്ങൾക്ക് ഇവിടെ ഹമാമുണ്ട് സെക്സ് വർക്ക് ചെയ്യുന്ന, അവിടെ പോയി സെക്സ് വർക്കും ചെയ്ത് 2ഉം ചെയ്ത് ഞാൻ പൈസ സ്വരം കൂട്ടി വെച്ച് എൻ്റെ ഗുരുവിന് കൊടുത്തു. ആൻഡ് ഗുരു എന്നെ സർജറി ചെയ്തു. ബാംഗ്ലൂർ പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി 11 വർഷത്തിന് ശേഷമാണ് ഏട്ടനാണ് എന്നെ വിളിച്ചത്. ഈ അടിച്ചിറക്കിയ ഏട്ടൻ തന്നെ എന്നെ വിളിച്ചത് കേട്ടോ. വിളിച്ചിട്ട് പറഞ്ഞു, ഏട്ടൻ അന്ന് വേണ്ടത് എന്നോട് ചോദിച്ചത്, ഒരു അനിയനാണല്ലോ, എത്ര വർഷം കഴിഞ്ഞിട്ട് കാണുന്ന, നീ എവിടെയാണോ, നിനക്ക് സുഖമാണോ എന്നല്ല എന്നോട് ചോദിച്ചത്. ചേട്ടൻ്റെ കസിൻ ഭാര്യ വീട്ടിലൊരു മാരേജ് ഉണ്ട്, എന്നെ ഒന്ന് സഹായിക്കൂ, കുറച്ച് പൈസ തരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആഗ്രഹിച്ചത്, ഏട്ടന് പൈസ കൊടുത്താൽ എനിക്ക് വീട്ടിൽ കയറാം, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്തേക്ക് കാണാം, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഞാൻ തരാം, ഏട്ടന് എത്ര വേണ്ടെന്ന് ചോദിച്ചു. അന്ന് ഏട്ടൻ പറഞ്ഞ പൈസനേക്കാൾ കൂടുതൽ കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പലിശയ്ക്ക് പണം എടുത്തു. പലിശയ്ക്ക് ക്യാഷ് എടുത്ത് ഞാൻ നാട്ടിലേക്ക് വരുവാണ്. ഇപ്പം ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന പോലെ, ഇപ്പം ഞാൻ അന്ന് ഗൾഫിൽ നിന്ന് വരുന്ന പോലെ വന്നെങ്കിൽ ഞാൻ ഇപ്പം ഞാൻ ഗൾഫിൽ നിന്നാണ് വരുന്നത്. കാരണം ഒരുപാട് സാധനങ്ങളും, അമ്മയ്ക്ക് കമ്മല്, അമ്മയ്ക്ക് ചെറിയൊരു മാല, അച്ഛന് മോതിരം, പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് പിള്ളേർക്കൊക്കെ ചേച്ചി പിള്ളേർക്കും എല്ലാവർക്കും. അപ്പോൾ കണക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് അമ്മേനെയായിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്ന സമയത്ത് അമ്മയുടെ കോൺടാക്ട് നമ്പർ എനിക്ക് കിട്ടി. ഞാൻ അമ്മേനെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. ഗുരുവായൂർ ഏറ്റവും വലിയ ഹോട്ടൽ തന്നെയാണ് ബാസുരി എന്ന് പറയും. അന്ന് ഗുരുവായൂർ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ന്യൂസ് പേപ്പർ വിരിച്ച് കിടന്ന ഞാൻ ബാസുരി ഇന്നിലാണ് താമസിക്കാൻ റൂം എടുത്തത്. ഏട്ടൻ എന്നെ വന്ന് കാണുന്നു. ഏട്ടൻ താഴെ റിസപ്ഷനിൽ വന്ന് എന്നെ വിളിച്ചു. എവിടെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹോട്ടലിലുണ്ട്. സോ ഏട്ടൻ റിസപ്ഷനിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ സ്റ്റെയർ കേസ് ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, സാരി കൊടുത്ത്. ഏട്ടൻ ഷോക്കായി പോയി എന്നെ കണ്ടപ്പോൾ തന്നെ. കാരണം ഞാൻ എവിടെയും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫോട്ടോസോ, ഞാൻ സർജറി കഴിഞ്ഞ ഒന്നും ആർക്കും അറിയാം, പക്ഷെ എന്നെ കാണാൻ പറ്റില്ല. അന്നൊന്നും ഞാൻ ഫേമസ് ആവുന്നില്ല, അല്ലെങ്കിൽ ഒന്നിലും വന്നിട്ടില്ല. നമ്മുടെ കയ്യിലെ ഫോട്ടോസുകൾ മാത്രമല്ലായിരുന്നു. ഏട്ടൻ കണ്ടു, ഏട്ടന് ഷോക്കായി പോയി. ഏട്ടൻ പറഞ്ഞു, എന്തിനാ ഇവിടെ താമസിക്കണേ, നമുക്ക് വീട്ടിൽ പോകാന്നുള്ള രീതിയിൽ ഏട്ടനെ വിളിച്ചു. നേരെ ഞങ്ങൾ, ഏട്ടൻ പറഞ്ഞു ഓട്ടോ വിളിക്കാമെന്ന് പറഞ്ഞു. ഓട്ടോയാ എന്നുള്ള രീതിയിൽ ഞാൻ ഡയലോഗ് അടിച്ചു, ടാക്സി വിളിച്ചു, നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ
ആ നാട്ടിലെ എല്ലാ ജനങ്ങളെയും വിളിച്ച് കൂട്ടിയിരിക്കുകയാണ്. കാരണം എന്നെ അടിച്ചിറക്കുമ്പോൾ ഏട്ടൻ്റെ സൗണ്ടും ഞങ്ങളുടെ തമ്മിലുള്ള വഴക്കും കേട്ടിട്ട് ജനങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു. എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു, അച്ഛൻ്റെ പാപ്പനും വെല്ലിച്ചൻ്റെ അവരൊക്കെ കുറേ മക്കളുണ്ടായിരുന്നു. അവരാരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏട്ടനെ അടിച്ചിറക്കിയ സമയത്ത് അതൊക്കെയെങ്കിലും വിളിക്കായിരുന്നില്ല. അന്നത്തെ രാത്രി അന്ത്യം ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ശരിയാവുന്നില്ല, ആരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ അമ്മ എൻ്റെ പോലെ തന്നെ കുറച്ച് വാശിയുള്ള പോലെ തന്നെ കേട്ടോ. അമ്മ എല്ലാവരും വിളിച്ച് വരുത്തി. ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് കുറച്ചങ്ങ് എത്തുന്ന സമയമാകുമ്പോഴേക്ക് ഏട്ടൻ പറയാട്ടാ എൻ്റെ അടുത്ത്, എന്തെന്ന്, നീ ഇവിടെ ഇറങ്ങി, അല്ല ഞാൻ ഇവിടെ ഇറങ്ങാം, നീ വീട്ടിലേക്ക് കയറിക്കോ, ഞാൻ പുറകു വശത്തോടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഏട്ടൻ എൻ്റെ കൂടെ വരണം, എങ്കിലും ഞാൻ വരില്ല, ഞാൻ ഈ കാർ നേരെ ബാംഗ്ലൂർക്ക് വിടുന്നു പറഞ്ഞു. ഇല്ലല്ല ഞാൻ വരാമെന്ന് പറഞ്ഞു. സോ ഏട്ടൻ ഫ്രണ്ടിൽ, ഞാൻ കാറിൽ ബാക്കിൽ നേരെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഉള്ളിലൊരു വാശിയായിരുന്നു കേട്ടോ. ഡോറ് തുറക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഞാൻ ഡോർ തുറന്നില്ല. ഏട്ടൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഡോർ തുറക്കണ പോലെ ചുമ്മാ ഇങ്ങനെ കാണിച്ച് ഏട്ടൻ ഇറങ്ങി ഡോർ തുറന്നു തന്നെ എനിക്ക്. ഞാൻ സത്യമായിട്ട് നമ്മുടെ ഈ പടയപ്പ സിനിമ കുറേ സിനിമകളിലൊക്കെ ഹീറോയിൻ വന്ന് ഇറങ്ങുന്നുണ്ടല്ലോ, അതേ മൈൻഡ്, ആ ഒരു വീറും വാശി തന്നെയായിരുന്നു എനിക്ക്. ഞാൻ ഇറങ്ങി, എല്ലാവരും നോക്കിയാൽ അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കുക. ഉമ്മരം വീടിൻ്റെ ഫ്രണ്ടിൽ ചവിട്ടുപടി കയറിനേക്കാൻ മുമ്പ് ഞാൻ ഏട്ടനോട് ചോദിച്ചു, ഏട്ടൻ 12 വർഷം ഞാൻ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കുമ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഏട്ടന് ഓർമ്മയുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. കാരണം ഈ വീട്ടിൽ നീ ജീവിക്കണമെങ്കിൽ ഒന്നുമല്ല ആണോ അല്ലെങ്കിൽ പെണ്ണോ ആയി ജീവിക്കണം, ആണും പെണ്ണും കേട്ട് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ഏട്ടനെ എടുത്തപ്പോൾ ഏട്ടനെ വീണ്ടും ഞാൻ അങ്ങനെ പറഞ്ഞൂലേ എന്നുള്ളത്. സോ ഇന്ന് ഞാനൊരു പെണ്ണാണ്, ഞാനൊരു സ്ത്രീയാണ്, ഏട്ടൻ്റെ അനിയത്തിയായിട്ട് എന്നെ സ്വീകരിക്കാൻ പറ്റുമെന്ന് വെച്ചു. ഏട്ടൻ കരഞ്ഞു, എൻ്റെ കാല് പിടിക്കാൻ വന്നു. അപ്പം ഞാൻ കൈ പൊന്തിച്ചു, ആക്കി ഹഗ് ചെയ്തു, എനിക്ക് ഉമ്മയൊക്കെ തന്നു. ഏട്ടനാണ് എന്നെ സ്വീകരിച്ച് വീട്ടിലേക്ക് കയറ്റിയത്. അങ്ങനെ ഒരുപാടുണ്ട്, സംസാരിക്കാൻ ഒത്തിരി ഉണ്ടാവും. അങ്ങനെയാണ് തിരിച്ച് വീട്ടിലോട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. ശരിക്കും ദീപ്തി കല്യാണിയൊക്കെ ശരിക്കും മറ്റുള്ള ട്രാൻസിനൊക്കെ ഭയങ്കര പ്രചോദനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പുള്ളിക്കാരെ നല്ലപോലെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, നല്ലപോലെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ദീപ്തി കല്യാണി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പറഞ്ഞൊരു ബൈറ്റിൽ പുള്ളിക്കാരുടെ വായിന്ന് അറിയാതെ വീണ് പോയതായിരിക്കാം. അറിയാതെ വീണ് പോയതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എങ്കിലും ഞാൻ അതിനോട് ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ യോജിക്കുന്നില്ല. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും ആങ്ങളമാരെയൊക്കെ മുമ്പിൽ വെച്ച് തുണി മാറാൻ നമ്മൾ മലയാളികളല്ലേ, നമ്മുടെ സംസ്കാരം ഒന്നും അനുവദിക്കത്തില്ല. ഓക്കെ, അത് നമ്മൾ കുഞ്ഞിലേ പഠിച്ചു വരുന്ന ഒരു ശീലമുണ്ട് ദീപ്തിയെ. സോ അത് മാറ്റാൻ പറ്റത്തില്ല, അത് മാറത്തുമില്ല. അങ്ങനെ ചെയ്യുന്നവർ കാണും, മേ ബി കാണും, പക്ഷെ ഒരു 90% ആളുകളും 99% ആളുകളും അത് ചെയ്യത്തില്ല. ഓക്കെ, സോ നിങ്ങളെ വീഡിയോ കണ്ടു, നിങ്ങളെ വീഡിയോ ഇപ്പോൾ ഫുള്ള് കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതായത് ദീപ്തി കല്യാണി പറഞ്ഞ ആ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, ആ കാര്യം എന്താണെന്ന് ആദ്യം തന്നെ ഞാൻ പറയുന്നുണ്ട്. സോ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് വീഡിയോയിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് സുഹൃത്തുക്കളെ. ഒന്ന് ഫോളോ ചെയ്തേക്ക്, ഒരു ഒറ്റ ക്ലിക്ക് പോരെ. അതുപോലെ തന്നെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്, ജസ്റ്റ് ഒരു സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.